ഹലോ ഗൈസ്, മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. അതായത് SSC പരീക്ഷ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് KK12526 ആണ്. അതായത് ഈ ഒരു പോസ്റ്റ് കോഡിലൂടെ നമ്മുടെ SSCയുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ബേസിക്കലി ഈ ഒരു SSC എന്ന് പറയുന്നത് നമ്മുടെ PSC പോലെ തന്നെയുള്ള ഒരു സെലക്ഷൻ കമ്മീഷൻ ആണ്. സോ SSC യെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ SSC ഫസ്റ്റ് ടൈം ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതായത് പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ ആയിട്ടായിരിക്കും ഈ ഒരു ജോബിന്റെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി ഈ ഒരു ജോബിനായിട്ട് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. അതായത് വിത്ത് സയൻസ് ആയിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെറികൾച്ചർ പഠിച്ചവർക്കും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ അണ്ടറിലാണ് ഈ ഒരു ജോബിന്റെ പോസ്റ്റിംഗ് വരുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. അതായത് 21,700 രൂപ തൊട്ട് 69,100 രൂപ വരെയാണ് സാലറി ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന കാറ്റഗറി വൈസ് വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 2 വേക്കൻസിയും അതുപോലെ തന്നെ SC കാറ്റഗറിയിൽ 1 വേക്കൻസിയും OBCയിൽ 1 വേക്കൻസി, EWS കാറ്റഗറിയിൽ 1 വേക്കൻസിയും, അങ്ങനെ ടോട്ടൽ 5 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ST കാറ്റഗറിയിൽ യാതൊരു വേക്കൻസീസും ഇപ്പോൾ വിളിച്ചിട്ടില്ല. പക്ഷെ അവർക്കും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഫീമെയിൽസിനും അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും യാതൊരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. ബാക്കിയുള്ള ജനറൽ OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 100 രൂപ വെച്ച് ഓരോ പോസ്റ്റിനുമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അതായത് SSCയുടെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/5/2026 വരെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. So thanks for watching this video.